നീതിക്ക് നിരക്കുന്നതാണോ ഈ സന്ദർശനം? നീതിക്ക് നിരക്കുന്നതല്ല, ഒട്ടുമല്ല. മാത്രമല്ല, ഇത് നമ്മൾ അയോധ്യയിൽ കണ്ടതുപോലെ മുഖ്യ പൂജാരിയുടെ ഒരു ഭാവമാണ് അദ്ദേഹം അണിഞ്ഞിരിക്കുന്നത്. അദ്ദേഹം അവിടെ പ്രധാന കാർമ്മികത്വം വഹിക്കുന്നതായിട്ടാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇതിൽ ഇന്നലെ പ്രധാനമന്ത്രി പ്രതികരിച്ചു. ഇന്നലെ പ്രധാനമന്ത്രി ഇത് പ്രതികരിക്കുമ്പോൾ വിചിത്രമായ പ്രതികരണമൊക്കെയാണ്. പ്രതിപക്ഷത്തിനാണ് മറുപടി കൊടുക്കുന്നത്. കാരണം നിയമവിദഗ്ധരടക്കം ഇതിൽ ആശങ്കപ്പെടുകയും പ്രതികരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി പറയുന്നത് പ്രതിപക്ഷത്തിന് വിഭാഗീയത സൃഷ്ടിക്കുക എന്നവരുടെ താല്പര്യമാണെന്നോ എന്തോ ഒരു വിചിത്രമായ മറുപടിയാണ് അദ്ദേഹം നൽകിയത്. പക്ഷേ നമുക്ക് ഇതിൽ യഥാർത്ഥത്തിൽ ചീഫ് ജസ്റ്റിസിൽ നിന്നാണ് ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു നടപടിയായിപ്പോയി. യഥാർത്ഥത്തിൽ ഈ ഭരണകൂടവും നീതിന്യായ സംവിധാനം തമ്മിലുള്ള ബന്ധം എത്തരത്തിലാകണം എന്നൊരു ചർച്ച ഒരു ശക്തമായി തന്നെ വന്നിരിക്കുന്നു, അല്ലേ? എക്സിക്യൂട്ടീവിനായാലും ജുഡീഷ്യറിക്കായും നിയമനിർമ്മാണ സഭയ്ക്കായും അവരുടെ സ്വതന്ത്ര അസ്തിത്വമുണ്ട്. അതിലപ്പുറത്തേക്ക് പരസ്പരം ഈ രൂപത്തിൽ കടന്നു ചെല്ലുന്നത് ശരിയായ രീതിയുമല്ല. അപ്പോൾ ജനങ്ങൾക്കതിൽ സംശയം തോന്നും. ഈ ജുഡീഷ്യറി കൃത്യമായി ആണോ വിധികൾ എഴുതുക എന്നുള്ള സംശയം സ്വാഭാവികമായിട്ടും തോന്നും. കാരണം ഇപ്പോൾ കോടതിയിലുള്ള കേസുകൾ തന്നെ ആ തരത്തിലുള്ള പ്രധാനപ്പെട്ട കേസുകളുണ്ട്. അപ്പോൾ അതിലെങ്ങനെയാണ് ഇടപെടുക, തീരുമാനമെടുക്കുക എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ജുഡീഷ്യറി സ്വാതന്ത്ര്യം ഈ അർത്ഥത്തിൽ വളരെ പ്രധാനമാണ്. ആ സ്വാതന്ത്ര്യത്തിൽ നിന്ന് കടന്നുകൊണ്ട് അവിടെ പ്രധാനമന്ത്രിക്ക് അവിടെ എത്താനാവുകയും അതിൽ അസ്വാഭാവികതയില്ല എന്ന് പ്രധാനമന്ത്രി പറയുകയും ചെയ്യുമ്പോൾ നിയമവിദഗ്ധരിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ നമ്മൾ സുപ്രീം കോടതിയിൽ നിന്നും ചില കാര്യങ്ങളിൽ, ചില വിധികളിലൊക്കെ ഒരു സ്വതന്ത്രമായ പ്രതികരണം പ്രതീക്ഷിക്കുന്നു. അങ്ങനെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കാലത്ത്, ഈ മോദി ഭരണകാലത്ത് ആകെ ഒരു തീരുമാനം മാത്രമേ സർക്കാരിന് തിരിച്ചടിയാകുന്ന ഒരു വലിയ തീരുമാനമുണ്ടായിട്ടുള്ളൂ. അത് ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിലാണ്. പക്ഷേ മറ്റ് വിധികളെല്ലാം അത്തരത്തിലായിരുന്നില്ല. അപ്പോൾ നമുക്ക് അതിലും സംശയം തോന്നാം. കോടതിക്ക് മുന്നിൽ ഇരിക്കുന്ന കേസുകളുടെ ഭാവി എന്ത് എന്ന സംശയം തോന്നാം. ഇതൊക്കെ വലിയ രൂപത്തിലുള്ള ഇത്തരത്തിൽ ആലോചിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ഒരു പക്ഷേ അപ്പുറത്തുനിന്ന് ചോദ്യം ഉയരാം. പക്ഷേ അങ്ങനെയുള്ള സംശയങ്ങൾ ഉയരാം. ആ സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി വരേണ്ടതുണ്ട്. ഇതൊരു എന്താ പറയുക, അസ്വാഭാവികമായ സംഭവമാണ്. ഇത് ഒറ്റ സംഭവത്തിൽ നിൽക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അതിലപ്പുറം ഇനി കടന്നുകൂടാ, ഇനി ആവർത്തിച്ചുകൂടാ എന്നൊരു യാഥാർത്ഥ്യം കൂടി അവിടെയുണ്ട്. കൂടുതൽ പ്രതികരണങ്ങൾ ഇതിൽ വരേണ്ടത്. എനിക്ക് തോന്നുന്നു കോൺഗ്രസിൽ നിന്നൊക്കെ അതിശക്തമായ പ്രതികരണങ്ങൾ വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും അതിശക്തമായ പ്രതികരണങ്ങൾ വരാത്തത് എന്നൊരു സംശയം കൂടി ഇക്കാര്യത്തിൽ എനിക്കുണ്ട്. നിയമവിദഗ്ധരിൽ നിന്നാണ് കുറച്ചുകൂടി, പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ളവരിൽ നിന്നാണ് പ്രതികരണം വന്നത്. ഇന്ന് ഹിമ കോഹ്ലി പറഞ്ഞത് കൃത്യമാണ്. ആ രൂപത്തിലേക്കാണ് വേണ്ടത്. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. Meet the editors.